വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയുടെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. 2023 നടന്നു പോയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും നിർണായകമാണ്. പരമാവധി എഴുതി പഠിച്ച് പ്രയോജനപ്പെടുത്തണം. പരീക്ഷ നമുക്ക് പെട്ടെന്ന് തന്നെ വരും. അടുത്തടുത്ത മാസങ്ങളിലെ ഏത് മാസം വേണമെങ്കിലും നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകണം. സോ പെട്ടെന്ന് ജോലി അടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ്. നല്ല റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് വീണ്ടും നിങ്ങൾ മുമ്പോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. സോ 2025 എന്ന് പറയുന്ന അടുത്ത വർഷം നമ്മുടെ ജീവിതത്തിലെ ഒരു സർക്കാർ ജോലിയുടെ നിഴൽ നിന്നുകൊണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി ആയിരിക്കണം നിങ്ങളുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്തായിരുന്നു. അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരണം. നമ്മൾ 2 വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് മാത്സിനകത്തുനിന്ന്. ഒരെണ്ണം സിലബസിനെ ആധികാരികമായിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി, അതിനുശേഷം ഒരു PYQ എടുത്ത് ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. ഇന്ന് ആ PYQന്റെ ബാക്കി ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. 2019 നമ്മൾ പരീക്ഷ എഴുതിയപ്പോൾ കട്ട് ഓഫ് 66.25 ആയിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ മാത്സും റീസണിങ്ങും മാത്രം ഏകദേശം 35 മാർക്കിന്റെ ചോദ്യങ്ങളാണുള്ളത്. അതേപോലെ ഇംഗ്ലീഷ് 15 മാർക്ക്. അങ്ങനെ 35ഉം 15ഉം മാത്സും ഇംഗ്ലീഷും പഠിക്കുമ്പോൾ തന്നെ ഏകദേശം 50 മാർക്കാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അതേപോലെ GKയും കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്തിട്ടാണ് ബാക്കിയുള്ള 50 മാർക്ക്. സോ അങ്ങനെ 50ഉം 50ഉം 100 മാർക്കിന്റെ ഒരു OMR എക്സാം ആണ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മാത്സിന്റെ കാര്യത്തിൽ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. റീസണിങ്ങിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ എങ്ങനെയാണ് ആധികാരികമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ അങ്ങനെ നമ്മൾ 2023 25/6/2023 നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ആദ്യത്തെ 5 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയായിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയായിരുന്നു. മക്കളെ, ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും കാണും, മലയാളത്തിലും കാണും. പിന്നെ നൺ ഓഫ് ദീസ് കാണും കേട്ടോ. കാരണം കേരള PSC പോലെയല്ല ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെ 1/BC + 1/AC + 1/AB യുടെ വില 1 ആണെങ്കിൽ √A³ + B³ + C³ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങളെ ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ തന്നെ കുറച്ച് ഭിന്നസംഖ്യകൾ കൂട്ടാൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ കൂട്ടാം. അതായത് 1/BC + 1/AC + 1/AB = 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഭിന്നസംഖ്യകളെ കൂട്ടുന്ന മെത്തേഡ് LCM മെത്തേഡാണ്. ഛേദങ്ങളുടെ ലസാഗു എടുക്കുക, അതിനെ പൊതുഛേദമായിട്ട് പരിഗണിക്കുക. BC, AC, AB നിങ്ങൾ LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇപ്പൊ LCM കണ്ടുപിടിക്കുന്ന സമയത്ത് സംഖ്യകളാണെങ്കിൽ നമ്മൾ ഘടകത്തിൽ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ ആൽഫബറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന അക്ഷരങ്ങളെല്ലാം അങ്ങ് ചേർത്ത് എഴുതിയാൽ മതി. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സിമ്പിൾ മാർഗമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ABC ആണ് LCM എന്ന് പറയണം. സംഖ്യകളാണെങ്കിൽ നമ്മൾ ഘടകത്തിൽ ചെയ്തിട്ടല്ലേ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ ആൽഫബറ്റ്സ് ആണെങ്കിൽ, അക്ഷരങ്ങളാണെങ്കിൽ എല്ലാ അക്ഷരങ്ങളും എടുത്തങ്ങ് എഴുതിയാൽ മതി. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ABC ആണ് LCM. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ അംശം കൊണ്ട് ഗുണിക്കണം. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഭിന്നസംഖ്യകളെ കൂട്ടുന്നത്. ABCയെ BC കൊണ്ട് ഹരിച്ചാൽ A വരും. A × 1 A ആണ്. പ്ലസ് ABC യെ AC കൊണ്ട് ഹരിച്ചാൽ B വരും. B × 1 B ആണ്.
പ്ലസ് എ ബി സിയെ എ ബി കൊണ്ട് ഹരിച്ചാൽ സി വരും. സി ഇൻറ്റു 1 സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് എ ബി സി പ്ലസ് എ ബി സി, എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ ബി സി ഈക്വൽ ടു 1 എന്നല്ലേ വന്നത്. ഇനി എന്ത് ചെയ്യണം? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താട്ടെ. രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു ക്രോസ് എ ബി സി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. അതായത് എയും ബിയും സിയും 3 പോസിറ്റീവ് പൂർണ്ണസംഖ്യകളാണ് എന്ന് പറയുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള പൂർണ്ണസംഖ്യകളാണ് എയും ബിയും സിയും. എടാ മക്കളെ, നിങ്ങൾ ആലോചിക്കുക, എയ്ക്ക് ഒരു വിലയുണ്ട്, ബിക്ക് ഒരു വിലയുണ്ട്, സിക്ക് ഒരു വിലയുണ്ട്. അതായത് ആ എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും, ഗുണിക്കുമ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടും. രണ്ടും സെയിം ആകണം. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ ആയിരിക്കും? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കണം. അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും 1ഉം 2ഉം 3ഉം ആണെന്ന് പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാരണം 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 6 ആണ്, 1ഉം 2ഉം 3ഉം കൂടെ ഗുണിച്ചാലും 6 ആണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ, ഈ മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ പരമാവധി പഠിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പറയാം, കറക്റ്റായിട്ട് എയുടെ വില 1 ആണെന്ന് പറയാൻ പറ്റത്തില്ല. സംഖ്യകൾ 1, 2, 3 ആണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ സംഖ്യകൾ 1, 2, 3, അതായത് എയുടെ വില ചിലപ്പോൾ 1 ആകാം, അല്ലെങ്കിൽ 2 ആകാം, 3 ആകാം. ഇതിൽ ഏതോ ഒരെണ്ണമാണ് ബി, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സി, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എയുടെ വില 1 ആണെന്നും ബിയുടെ വില 2 ആണെന്നും സിയുടെ വില 3 ആണെന്നും അങ്ങ് പറയാം, തെറ്റൊന്നുമില്ല. ഓക്കെ. ഗുണിച്ചാലും കൂട്ടുമ്പോൾ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3ഉം 3ഉം 6, കൂട്ടുമ്പോൾ 6 കിട്ടി. ഗുണിക്കുമ്പോഴും 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 1 6. കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴും ഗുണിക്കുമ്പോഴും ഒരേ ഉത്തരം വരണമെങ്കിൽ ആ സംഖ്യകൾ 1ഉം 2ഉം 3ഉം ആണെന്നുള്ള കാര്യം ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ഒരുപാടെടുത്ത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, റൂട്ട് ഓഫ് എ ക്യൂബ്, എയുടെ വില 1 ആണ്, സോ 1ന്റെ ക്യൂബ്, പ്ലസ് ബി ക്യൂബ്, ബിയുടെ വില 2 ആണ്, സോ 2ന്റെ ക്യൂബ്, പ്ലസ് സി ക്യൂബ്, സിയുടെ വില 3 ആണ്, 3ന്റെ ക്യൂബ്. എത്ര എന്നാണ് ചോദിച്ചത്? റൂട്ട് ഓഫ്, എടാ മക്കളെ, 1ന്റെ ക്യൂബ് 1 ആണ്, 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റെ ക്യൂബ് 27 ആണ്. 27 8ഉം കൂടെ കൂട്ടിയാൽ 35 വരും. 35ന്റെ കൂടെ 1 കൂട്ടിയാൽ 36 വരും. 36 എന്ന് വരും. 36ന്റെ റൂട്ട് എത്ര? 6 എന്ന് വരും ആൻസർ. സോ ഉത്തരം 6 ആയിരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇതൊരു 2023-ൽ നടന്നു പോയ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന സെയിം തസ്തിക, അവിടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നോക്കിക്കേ, എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും സെയിം ആൻസർ വരണമെങ്കിൽ ആ സംഖ്യകൾ 1ഉം 2ഉം 3ഉം ആണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യം, a⁻m × a⁻n is equal to a⁻mn ആണെന്ന് ചോദ്യകർത്താവ് പറയുന്നു. മാത്രമല്ല എമ്മും എന്നും പോസിറ്റീവായിട്ടുള്ള പൂർണ്ണ സംഖ്യകളാണെന്ന് പറയുന്നു. മാത്രമല്ല എയുടെ വില 0 അല്ല എന്ന് പറയുന്നുണ്ട്. സാധാരണ ഒരു കൃത്യംഗ സംഖ്യ. അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ, m + n-ന്റെ സ്ക്വയർ എത്ര? m + n ദ ഹോൾ സ്ക്വയർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യകർത്താവ് പറയുന്നത് a⁻m × a⁻n is equal to a⁻mn ആണെന്ന് ചോദ്യകർത്താവ് നമ്മളോട് പറയുന്നു. നമ്മൾ പറഞ്ഞു ശരി സാറേ എന്ന് പറയുന്നു. ചോദ്യകർത്താവ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. a⁻m × a⁻n is equal to a⁻mn ആണെന്ന് ചോദ്യകർത്താവ് പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, a⁻m × a⁻n is equal to a⁻m + n ആണെന്നുള്ള കാര്യം
കൃത്യങ്ക നിയമം നമുക്കറിയാവുന്ന, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അപ്പൊ ചോദ്യകർത്താവ് പറയുന്നു a⁻m × a⁻n = a⁻m എന്ന് പറയുന്നത് നമ്മൾ തർക്കമൊന്നുമില്ല, കാരണം ചോദ്യകർത്താവ് പറഞ്ഞതാണ്, നമ്മൾ അംഗീകരിച്ചു. നമുക്കറിയാം a⁻m × a⁻n = a⁻m+n ആണെന്നുള്ള കാര്യം നമുക്കും അറിയാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് തുല്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് റൈറ്റ് സൈഡ് തുല്യമായിരിക്കത്തില്ലേടാ? രണ്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് തുല്യമാണെങ്കിൽ റൈറ്റ് സൈഡ് സ്വാഭാവികമായിട്ടും തുല്യമായിരിക്കും. അതായത് a⁻m n = a⁻m+n എന്ന് പറയാം. കാരണം ലെഫ്റ്റ് സൈഡ് തുല്യമാണെങ്കിൽ റൈറ്റ് സൈഡ് തുല്യമായിരിക്കും. a⁻mn = a⁻m+n ആണെന്ന് ധൈര്യപൂർവ്വം പറയാം. അതായത് ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് a⁻m = a⁻n ആണെങ്കിൽ m = n എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് കൃത്യങ്ക സംഖ്യകൾ തുല്യമായിരിക്കുകയും അവയുടെ ആധാര സംഖ്യ സെയിം ആകുകയും ആണെങ്കിൽ, തുല്യമാണെങ്കിൽ ധൈര്യപൂർവ്വം നമുക്ക് പറയാം കൃതികൾ തുല്യമാണെന്ന് പറയാം. അതായത് a⁻m എടാ മക്കളെ a⁻m = a⁻n ആണെങ്കിൽ a⁻m = a⁻n ആണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം m = n എന്ന് പറയാവുന്നതാണ്. നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. അതേപോലെ ഇവിടെയും രണ്ട് കൃത്യങ്ക സംഖ്യകൾ തുല്യമാണ്, അവയുടെ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം പവർ സെയിം ആയിരിക്കും. അതായത് mn = പവർ ഇവിടെ mn ആണ്, അവിടെ m+n ആണ്, രണ്ടും തുല്യമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും സെയിം ആൻസർ വരണം. എടാ മക്കളെ, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവും കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കണം. അപ്പൊ നിങ്ങൾ പറയും സാറേ 1, 2 ആണോ? എടാ 1ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 2, പക്ഷെ 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3. അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും സെയിം ഉത്തരം വരണമെങ്കിൽ വേറെ ഒരു സാധ്യതയും ഇല്ല, 2 തന്നെ ആയിരിക്കണം. കാരണം രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും അതേപോലെ കൂട്ടുമ്പോഴും സെയിം ആൻസർ വരണമെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, 2 തന്നെയാണ്. ഒന്നാണെങ്കിൽ പോലും 1ഉം 1ഉം കൂടെ ഗുണിച്ചാൽ 1, 1ഉം 1ഉം കൂടെ കൂട്ടിയാൽ 2, സെയിം വരത്തില്ല. പക്ഷെ 2 ആണെങ്കിലോ എമ്മിന്റെ വിലയും 2, അതേപോലെ എന്നിന്റെ വിലയും 2 ആണെങ്കിൽ 2ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 4, 2ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 4, 2ഉം 2ഉം കൂടെ കൂട്ടിയാലും 4 തന്നെയാണ്. എമ്മിന്റെ വിലയും എന്നിന്റെ വിലയും 2 ആണെന്ന് പറയാം. എമ്മിന്റെ വില 2, എന്നിന്റെ വില 2, എമ്മിന്റെ വില 2, എന്നിന്റെ വില 2. ചോദ്യകർത്താവ് ചോദിക്കുന്നു m+n ന്റെ സ്ക്വയർ എത്ര? m+n ന്റെ ഹോൾ സ്ക്വയർ എത്ര? എടാ മക്കളെ, എമ്മിന്റെ വില 2 ആണ്, എന്നിന്റെ വിലയും 2 ആണ്. ഹോൾ സ്ക്വയർ എടുത്താട്ടെ, 2 + 2 4, 4ന്റെ സ്ക്വയർ 16, 4ന്റെ സ്ക്വയർ 16, 4ന്റെ സ്ക്വയർ 16, 4ന്റെ സ്ക്വയർ 16. ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. ഇതായിരുന്നു 2023 നമ്മൾ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് തസ്തിക എഴുതിയപ്പോൾ, പരീക്ഷ എഴുതിയപ്പോൾ നമ്മൾ കണ്ട രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. മറന്നു പോകണ്ട, 2 കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും സെയിം ഉത്തരം വരണമെങ്കിൽ ആ സംഖ്യകൾ 1ഉം 2ഉം 3ഉം ആണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ ആവശ്യമായിട്ട് വരും. അതേപോലെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴും കൂട്ടുമ്പോഴും സെയിം ആൻസർ വരണമെങ്കിൽ ആ 2 സംഖ്യകളും 2 ആണെന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. സോ അങ്ങനെ 2 ചോദ്യങ്ങൾ കഴിഞ്ഞ് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് 3ാമത്തെ ചോദ്യം. സാധാരണ നമ്മൾ പരീക്ഷയ്ക്ക് കാണുന്നത് x + 1/x ന്റെ വില തന്നിട്ട് x² + 1/x² കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അതിനൊക്കെ ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ടാസ്കാ. എടാ ഇവിടെ x + 4/x ന്റെ വില തന്നിട്ട് കണ്ടോ, x + 1/x അല്ല, x + 4/x ന്റെ വില 4 ആണെങ്കിൽ x² + 1/x² എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. ടാസ്ക് ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? മറ്റേതായിരുന്നെങ്കിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. x + 1/x ന്റെ വില തന്നിട്ട് x + 1/x ന്റെ വില തന്നിട്ട് x² + 1/x² എത്ര എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ x - 1/x ന്റെ വില തന്നിട്ട് x² + 1/x² എത്ര, x + 1/x ന്റെ വില തന്നിട്ട് x³ + 1/x³ എത്ര, x - 1/x ന്റെ വില തന്നിട്ട് x³ - 1/x³. അതൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞുതരാം, ഓൾജിബ്രയാണ്. പക്ഷെ ഇതല്ല ചോദ്യം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് വേണം എക്സാമിന് പോകാൻ.
മക്കളെ ശ്രദ്ധിച്ചോ, ഇതാണ്ടാ പിടിച്ചോ. എക്സ് പ്ലസ് 4/x ഇസ് ഈക്വൽ ടു എത്ര? 4 ചോദ്യകർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x² + 1/x² എത്ര? x² + 1/x² എത്ര എന്നാണ് ചോദിച്ചത്. സോ ഇവിടെ ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ കിട്ടിയാൽ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. ക്രോസ് ആയിട്ട് ഗുണിക്കുക. എക്സും കൂടെ ഗുണിച്ചാൽ x² വരും, പ്ലസ് 1 4 കൂടെ ഗുണിച്ചാൽ 4 ആയി, ഡിവൈഡഡ് ബൈ 1 × x എന്ന് വരും, വലതുവശം 4 എന്ന് വരും. കണ്ടോ? രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് x² + 4 1 കൂടെ ഗുണിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് x² + 4 എന്ന് വരും. വലതുവശത്ത് എക്സും 4 കൂടെ ഗുണിച്ചാൽ 4x എന്ന് വരും. ഇനി ആ 4x എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പോൾ x² - 4x + 4 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. കാരണം അവിടെ കിടക്കുന്ന +4x ഇപ്പുറത്ത് വന്നാൽ മൈനസ് ആയില്ലേ, പിന്നെ അവിടെ ടേം ഒന്നും ഇല്ല, 0 ആയിട്ട് അങ്ങ് പരിഗണിച്ചാൽ മതി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഏതോ ഒരു സർവസമവാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് മനസ്സിൽ വരുന്നുണ്ടോ? a² - 2ab + b². ഏത് സർവസമവാക്യം എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്? പെട്ടെന്ന് മനസ്സിൽ വരും. ഇത് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിൽ വരും. x - 2ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് വരും എന്നുള്ള കാര്യം മനസ്സിൽ വരും. അതായത് x - 2ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ a² - 2ab ഇതാണ്ടേ പ്ലസ് b², 2ന്റെ സ്ക്വയർ 4 കറക്റ്റ് ആയിട്ട് വരും. ഇതൊക്കെ മനസ്സിൽ വരണം. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഓൾജിബ്ര എന്ന് പറയുന്ന ഭാഗം ചെയ്ത് പഠിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എങ്കിൽ മാത്രം ഈ സാധനം കാണുമ്പോൾ ഈ സാധനമാണെന്ന് മനസ്സിൽ വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ x² - 4x + 4 = 0 ആയി. ആ ഒരു സാധനം നമുക്ക് മനസ്സിലായി. x - 2ന്റെ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. എടാ മക്കളെ, x - 2ന്റെ സ്ക്വയർ 0 ആണെങ്കിൽ രണ്ട് സൈഡിൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വലതുവശം 0 ആയിട്ട് മാറും. കാരണം ഇവിടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയി, 0ന്റെ റൂട്ട് 0 ആണ്. അങ്ങനെ x - 2ന്റെ വില 0 ആണെന്ന് മനസ്സിലായി. എടാ x - 2ന്റെ വില 0 ആണെങ്കിൽ x = +2 അല്ലേ? x - 2ന്റെ വില 0 ആണെങ്കിൽ x = 2 എന്ന് വരും. അങ്ങനെ എക്സിന്റെ വില നമുക്ക് 2 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് x² + 1/x² എത്ര എന്നാണ് ചോദിച്ചത്. എക്സിന്റെ വില 2 ആണ്. എക്സിന്റെ വില 2 ആണ്. 2ന്റെ സ്ക്വയർ എടുത്താട്ടെ. x² എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് 1/x². എക്സിന്റെ വില 2 ആണ്, 2ന്റെ സ്ക്വയർ 4. ക്രോസ് ആയിട്ട് ഗുണിച്ചാട്ടെ. 4 × 4 16, 1 × 1 1, 16 1 കൂടെ കൂട്ടിയാൽ 17, ഡിവൈഡഡ് ബൈ 1 × 4 4. ഉത്തരം 17/4 എന്ന് വരും. 17/4 ആണ്. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കാതെ വേറെ നിവർത്തിയില്ല. അപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. നമ്മൾ എഴുതാൻ പോകുന്ന അതേ പരീക്ഷയ്ക്ക് 2023 ചോദിച്ചു മാറിയ ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കൂടി പരിഗണിക്കാവുന്നതാണെന്നുള്ള കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നല്ല ചോദ്യമായിരുന്നു അത് കേട്ടോ. സാധാരണ ചോദിക്കുന്ന ആൾജിബ്ര എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ ഒരു മാറ്റം വരുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ് അവിടെ നിങ്ങൾ കണ്ടുപോയത്. അടുത്തത് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചു തരാം. നിങ്ങളൊന്ന് എഴുതുക, ബുക്കിനകത്തേക്ക് എഴുതുക. 40 കുട്ടികളുടെ ശരാശരി, അതായത് മീൻ 50 ആണെന്നാണ് പറയുന്നത്. അതായത് കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണം 40 ആണ്. കുട്ടികളുടെ എണ്ണം 40. ചോദ്യകർത്താവ് ശരാശരി തന്നിട്ടുണ്ട്. ശരാശരിയുടെ മറ്റൊരു പേരാണ് മീൻ, അല്ലെങ്കിൽ മാധ്യം എന്ന് പറയും, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയും. 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം. നമുക്ക് യൂണിറ്റ് വേണ്ട, 50. അങ്ങനെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണമാണ്. ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണമാണ്. അപ്പോൾ തുക ഈസ് ഈക്വൽ ടു, തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി.
തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കണം. ശരാശരി 50, എണ്ണം 40. 50 40 കൂടെ ഗുണിക്കുക. 50 40 കൂടെ ഗുണിച്ച I4 20, 20 വരും. 2000 എന്ന് വരും തുക. അങ്ങനെ 40 കുട്ടികളുടെ ഭാരത്തിന്റെ ആകത്തുക 2000 ആണെന്ന് മനസ്സിലായില്ലടാ. 40 കുട്ടികളുടെ ഭാരം ടോട്ടൽ വെയിറ്റ് 40 കുട്ടികളുടെ ആകെ ഭാരം 2000 കിലോഗ്രാം ആണെന്ന് മനസ്സിലായി. ഇനി ചോദ്യകർത്താവ് പറയുന്നു 60 കുട്ടികളെ കൂടി ചേർക്കാൻ പറയുന്നു. എടാ മക്കളെ, 60 കുട്ടികളെ കൂടി ചേർക്കുമ്പോൾ, അല്ലാതെ 60 പേരെ ചേർത്തു എന്നാ പറഞ്ഞത്. നേരത്തെ 40 പേരുണ്ട്, ഇപ്പോൾ ഒരു 60 പേരെയും കൂടെ ചേർക്കാൻ പറയുമ്പോൾ 40 60 കൂടെ ചേർന്നാൽ 100 പേരായിട്ട് മാറും. അങ്ങനെ 100 പേരാണെങ്കിൽ ശരാശരി എത്ര ആവും? 56 ആണെന്നാണ് പറയുന്നത്. 100 പേരാണെങ്കിൽ ശരാശരി 56. നേരത്തെ 40 പേര്, ആ 40 പേരുടെ ശരാശരി 50. പുതുതായിട്ടൊരു 60 പേരും കൂടെ വന്നു. ആ 60 പേര് വന്നപ്പോൾ ടോട്ടൽ 100 പേരായി. ആ 100 പേരുടെ ശരാശരി 56 ആണ്. സോ തുക കണ്ടുപിടിക്കാൻ ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. 56 100 കൂടെ ഗുണിച്ചാല് 56 100 കൂടെ ഗുണിച്ചാൽ 5600 എന്ന് വരും. ശരാശരിയും എണ്ണവും കൂടെ ഗുണിച്ചാൽ തുക കിട്ടും. ശരാശരി 56, എണ്ണം 100. 56 100 കൂടെ ഗുണിച്ചാല് 5600 എന്നാണ് വരുന്നത്. ഇവിടെ 40 പേരുടെ ഭാരം 2000 ആണ്. 100 പേരുടേത് 5600 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാക്കിയുള്ള 60 പേരില്ലടാ. 40 പേരുടേത് 2000, 40 പേരുടേത് 2000, മൊത്തം 100 പേരുടേത് 5600. അപ്പോൾ ആ 40 പേരുടെ 2000 ഇതിനകത്ത് നിന്ന് മാറ്റിക്കോ. 5600 നിന്ന് 2000 കുറച്ചാൽ, ആ 40 പേരെ അങ്ങോട്ട് മാറ്റിയാൽ ബാക്കിയുള്ള 60 പേരുടെ ടോട്ടൽ വെയിറ്റ് കിട്ടത്തില്ലേ? മൊത്തം 100 പേരുടെ വെയിറ്റ് 5600 ആണ്. എടാ 100 പേരുടെ വെയിറ്റ് 5600. അതിൽ 40 പേരുടെ വെയിറ്റ് എത്ര? 40 പേരുടെ വെയിറ്റ് 2000. ആ 2000 പതുക്കെ അങ്ങോട്ട് മാറ്റ്. അപ്പൊ 40 പേരുടെ വെയിറ്റ് മാറ്റിയാൽ ബാക്കിയുള്ള 60 പേരുടെ വെയിറ്റ് ആവുമല്ലോ. മൊത്തം 100 പേര്, 40 പേരുടെ വെയിറ്റ് ആയ 2000 മാറ്റിയാൽ ബാക്കിയുള്ള 60 പേരുടെ വെയിറ്റ് ആയില്ലേ? അതായത് 5600 നിന്ന് 2000 കുറച്ച എത്ര? 5600 നിന്ന് 2000 കുറച്ച 3600 അല്ലേ? അപ്പോൾ ബാക്കിയുള്ള 60 പേരുടെ വെയിറ്റ് 3600 ആണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ബാക്കിയുള്ള 60 പേരുടെ ശരാശരി ഭാരം എത്ര എന്നല്ലേ ചോദിച്ചത്. ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ തുക ബൈ എണ്ണമല്ലേ? ആ 60 പേരുടെ കാര്യം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. 60 പേരുടെ തുക 3600 അല്ലേ? 60 പേരുടെ തുക 3600. തുക ബൈ എണ്ണം, എണ്ണം എത്ര? എണ്ണം 60, എണ്ണം 60. അപ്പോൾ ഇവിടെ 360നെ 6 കൊണ്ട് ഹരിച്ചാല് 6 6 36 60 എന്ന് വരും. ആ 60 ആയിരുന്നു ബാക്കിയുള്ള 60 പേരുടെ ശരാശരി ഭാരം. ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ തുക ബൈ എണ്ണം എടുത്താൽ മതിയായിരുന്നു. സോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി നമ്മൾ ക്ലാസ്സിലെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്നായിരിക്കും പരീക്ഷ വരുന്നത്. 1 മാസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് മാക്സിമം പഠിക്കാൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠനം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ, സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ തസ്തിക നോക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ട് മാത്സും റീസണിങ്ങിനും വേണ്ടി കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട്, അതുപോലെ ഇംഗ്ലീഷിനും നല്ല പരിഗണന കൊടുത്തുകൊണ്ട് ആ 50 മാർക്ക് കൂട്ടി ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ പുതിയൊരു ബാച്ച് കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി നിങ്ങൾ ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡെയിലി എക്സാമുകൾ ഉണ്ടാവും. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാവും. സാധാരണ ഒരു PSC പരീക്ഷ പഠിക്കുന്നത് പോലെ ആയിരിക്കരുത്. കാരണം ഇതൊരു വേറൊരു തസ്തികയാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡെയിലി എക്സാമുകളൊക്കെ ഉണ്ട്. അതുപോലെ ഡെയിലി എക്സാമുകൾ എഴുതിയെങ്കിൽ മാത്രമേ നമ്മുടെ മാർക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം
നമ്മൾ സാധാരണ പോലെ അല്ല, ഇതൊരു സ്പെഷ്യൽ എക്സാം ആണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. മുൻവർഷ ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം തന്നെ നമ്മൾ ക്ലാസ്സിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ചോദ്യങ്ങളുടെ നിലവാരം എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരുമിച്ച് പഠിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം, നിങ്ങളും ഉണ്ടാവണം. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ വന്ന് നിങ്ങളുടെ സജഷൻ അറിയിക്കുക. സോ ഇതിന്റെ തുടർച്ച നമ്മൾ ഇങ്ങനെയുള്ള PYQs നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സജഷൻ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ അടുത്ത ക്ലാസ് നമ്മൾ ഇതിന്റെ ബാക്കി ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. സോ അതുവരെ ടേക്ക് കെയർ, ബൈ.